ഇനാർ അക്യുപങ്ക്ചർ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ കാര്യദർശികളൊക്കെ ഈ ചടങ്ങിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരൊക്കെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ ചടങ്ങിലുണ്ട്. അക്യുപങ്ക്ചറിനെ സ്നേഹിക്കുന്ന, അക്യുപങ്ക്ചറിനോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്ന നിങ്ങളോടുള്ള അക്യുപങ്ക്ചർ സിസ്റ്റത്തിന്റെ കടപ്പാടും നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക ആരോഗ്യരംഗത്തെ മികവിന് വേണ്ടിയിട്ട് ഒത്തിരി സംഭാവനകളൊക്കെ നിങ്ങളുടെ നാട്ടുകാരിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക എക്സസൈസുകളൊക്കെ, അത് കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള ഒരാളാണ് അതിനെ, അല്ലെ, സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിനെ നമുക്ക് മലയാളികൾക്കും രാജ്യത്തിനും ലോകത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സസൈസിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതിനകത്ത് 7 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിലൊരു മെത്തേഡാണ് അക്യുപ്രഷർ എന്ന് പറയുന്ന മെത്തേഡ്. എന്തുകൊണ്ടാണ് അക്യുപ്രഷറിന് അവിടെ പ്രാധാന്യം വന്നെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരുപാട് മെത്തേഡുകൾ നമുക്ക് തന്നെ സെൽഫായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വയം ചെയ്യുന്ന എക്സർസൈസിൽ പോലും ഇത്തരം അക്യുപ്രഷർ, അക്യുപങ്ക്ചർ മെത്തേഡുകൾ ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയകാല ആളുകളിലും ഇതേ രീതികൾ അവർ പിന്തുടർന്ന ഒരു സിസ്റ്റമായിരുന്നു അക്യുപങ്ക്ചർ. അതായത് മനുഷ്യൻ ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വയം പര്യാപ്തമായിട്ടുള്ള, സ്വയം സ്വത്വസിദ്ധമായിട്ടുള്ള മാർഗങ്ങൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പും 10000 വർഷങ്ങൾക്ക് ശേഷമൊക്കെയുള്ള ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ ഈ മെത്തേഡുകളായിരുന്നു ചികിത്സകൾക്കായി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പല രീതികളും ഇന്ന് നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. ആ രീതികളാണ് ഇന്ന് നമ്മൾ പ്രത്യേക മെത്തേഡുകളൊക്കെ ആയിട്ട്, പ്രത്യേക ചികിത്സാ മെത്തേഡുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന, മാനസികമായിട്ടുള്ള ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ചില അനുഷ്ഠാനങ്ങളിലൊക്കെ ഈ അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് പിന്തുടരുന്ന പല രീതികളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരം നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ നെഞ്ചത്ത് കൈയടിച്ചിട്ട് എന്ത് ചെയ്യണം, കരയണം എന്നുള്ള ഒരു പ്രത്യേക ആചാരമൊക്കെ ചില പ്രവിശ്യകളിലൊക്കെ ചില മതവിഭാഗങ്ങൾ പിന്തുടർന്നിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള നിലയിൽ മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രത്യേക പ്രശ്നത്തെ, മർദ്ദത്തെ കുറക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആളുകൾ അതൊരു ആചാരമായിട്ട് പിൽക്കാലത്ത് അത് ഫോളോ ചെയ്തു. അതേ പ്രകാരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുന്ന പല കർമ്മങ്ങളും, പ്രത്യേകിച്ച് ഉദു എടുക്കും, അല്ലേ? നമ്മൾ നമസ്കാരത്തിന് സജ്ജമാകുന്നതിൻ്റെ മുമ്പായിട്ട് ഉദു എടുക്കും. ഉദു എടുക്കുന്ന സമയത്ത് നമ്മൾ കൈയും കാലും മുഖവും ഒക്കെ കഴുകും. എന്നാൽ ചെവി തടവും, അല്ലേ? ചെവി തടവുന്ന സമയത്തും തല തടവുന്ന സമയത്തൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും സമ്മർദ്ദത്തെ കുറക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ആ പ്രഷറിനെ കുറച്ച് നമുക്ക് നിസ്കാരത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസിക തലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചെവി തടവുന്ന, നമ്മുടെ തലയുടെ മുകൾ ഭാഗം തടവുന്ന മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഏതൊരു ആചാരത്തിനകത്തും അനുഷ്ഠാനത്തിനകത്തും പഴയകാല ആളുകളുടെ ആരോഗ്യത്തെ ശരിയാക്കുന്ന, മാനസിക നിലയെ ശരിയാക്കിയെടുക്കുന്ന ഒരുപാട് മെത്തേഡുകൾ ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഹിന്ദു ആചാരപ്രകാരമൊക്കെ നമ്മൾ കഴുത്തിന്റെ ഭാഗത്ത്, നെറ്റിയിൽ, അല്ലേ, പല ഭാഗങ്ങളിലും പ്രത്യേക രീതിയിലുള്ള ചന്ദനം, അതേപോലെ തന്നെ സിന്ദൂരം, ഇതൊക്കെ ധരിക്കുന്ന രീതികളുണ്ട്. അതായത് നെറ്റിയിലൊക്കെ ചില ആചാരപ്രകാരം ചെയ്യും, ചന്ദനം വാരി തേക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ മനസ്സിനെ കാമാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന്റെ സ്വസ്തിക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് സജ്ജമാകുമ്പോൾ ആ മനസ്സിന്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്,
ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം രീതികളൊക്കെ ഫോളോ ചെയ്തിരുന്നത്. ഇനി അതെല്ലാം ഒഴിവാക്കിയാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് കരഞ്ഞാൽ എന്ത് ചെയ്യുക, പുറത്ത് ഇങ്ങനെ മെല്ലെ തട്ടി കൊടുക്കും അല്ലെ കുഞ്ഞിനെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞിന്റെ ഒരു അസ്വാസ്ഥ്യത്തെ, ആ ഒരു ബുദ്ധിമുട്ടിനെ കുറക്കുന്ന ഒരു ഹീലിംഗ് ആണ് നമ്മളൊരു അമ്മ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇങ്ങനെ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൈ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇങ്ങനെ പോകും, കൈ അറിയാതെ പോകും. അപ്പോൾ സ്വത്തസിദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനുഷ്യരിൽ പ്രാചീന കാലം മുതൽ തന്നെ, മനുഷ്യൻ ജീവിച്ച തുടങ്ങിയ കാലം മുതൽ തന്നെ നിലവിലുണ്ട്. അതിനുള്ള പരിഹാരവും ഈ മനുഷ്യനിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാണ് പിന്നെ ആചാരങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്, അനുഷ്ഠാനങ്ങളായി രൂപപ്പെട്ടിട്ടുള്ളത്. മതവിശ്വാസത്തിന്റെ പേരിലും, മതം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയാണ്, നല്ലൊരു മാർഗമാണ്. ഈ മാർഗത്തിൽ എന്തുണ്ടാകും? മനുഷ്യന്റെ ആരോഗ്യത്തെ നല്ല അവസ്ഥയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് അക്യുപങ്ക്ചറിലും യഥാർത്ഥത്തിൽ പിന്തുടരുന്നത്. അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് പ്രാചീന മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാർഗങ്ങളുടെ ഒരു സമന്വയമാണ്. ഈ സമന്വയം പിൽക്കാലത്ത് എന്തായി മാറി? ഒരു സിസ്റ്റമായിട്ട് മാറി, ഒരു ജീവിത രീതി മാത്രമല്ല, ഒരു മെഡിക്കൽ സിസ്റ്റമായിട്ട് മാറി. ഇങ്ങനെ മെഡിക്കൽ സിസ്റ്റം ആകുമ്പോൾ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രണ്ടാമത്തെ ചികിത്സയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പുതിയൊരു സിസ്റ്റമായിട്ട് വരുന്നുണ്ടെങ്കിലും ഇത് പഴയകാല ചികിത്സയാണെന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ അക്യുപങ്ക്ചർ നിലനിൽക്കുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. ഏതാ വെസ്റ്റേൺ കൺട്രീസ്? യൂറോപ്യൻ രാജ്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അക്യുപങ്ക്ചറിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അക്യുപങ്ക്ചർ ക്ലിനിക്കുകൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെ നാട്ടിൽ ചികിത്സ ഇല്ലാഞ്ഞിട്ടോ ചികിത്സയുടെ കുറവോ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവോ ഒന്നുമല്ല ഇതിലേക്ക് എത്തിക്കുന്നത്. മറിച്ച് പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോഴും ലഭ്യമല്ലാത്തതാണ് പുതിയ രീതികളിലേക്ക് ആളുകൾ ആകർഷരാവുന്നത്. അത്തരം രീതികളെ കണ്ടെത്തിയിട്ട് അത്തരം രീതികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇതിന്റെ ഭാഗമായിട്ടാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന സിസ്റ്റവും നമ്മുടെ നാട്ടിലും രാജ്യത്തും നമ്മുടെ ഈ പ്രദേശങ്ങളിലും എല്ലാം തന്നെ വ്യാപിക്കുന്നത്. കാരണം പല പ്രശ്നങ്ങൾക്കും എന്തില്ല, അടിസ്ഥാനപരമായിട്ട് പരിഹാരമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, മരുന്ന് കഴിച്ചിട്ടോ ചികിത്സ നടത്തിയിട്ടോ പരിഹാരമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്? പഴയ കാലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പണ്ടുള്ള ആളുകൾ എന്തായിരുന്നു? അത്യാവശ്യം നടന്നിരുന്ന് രാവിലെ നേരത്തെ എണീറ്റിരുന്നു, രാത്രി നേരത്തെ കിടന്നുറങ്ങിയിരുന്നു അല്ലെ? ഇതൊക്കെ മനുഷ്യരുടെ നമ്മുടെ ഈ പൂർവ്വപിതാക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പിന്തുടരുന്നു. നമുക്ക് ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, നമുക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കാനുള്ള സമയമില്ല, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. നമ്മൾ ഭയങ്കര തിരക്കായി മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണ് നമ്മൾ ഇത് ജീവിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ വരുന്നത്. ഇവിടെ നമ്മുടെ കൗൺസിലർ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇന്ന് മലബാറിലൊക്കെ ഏറ്റവും കൂടുതൽ രോഗികൾ കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളോ പാർപ്പിടമോ ഭക്ഷണമോ ഒന്നുമില്ലാത്തതല്ല, അതിന്റെ കുറവ് കൊണ്ടല്ല സംഭവിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നമുള്ളത്? നമ്മൾ കൂടുതൽ സമ്മർദ്ദത്തിലാണ്. ഈ സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ നമ്മളെ രോഗിയാളാക്കുന്നത്. പലപ്പോഴും നമ്മൾ അതിനെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുപോയിട്ട് ബന്ധപ്പെടുത്തും അല്ലെ? ഭക്ഷണത്തിന്റെ പ്രശ്നമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ പ്രശ്നമല്ല നമ്മൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നം. നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് നമ്മളെ രോഗത്തിലേക്ക് നയിക്കുന്നത്. അതിന്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് പോയി, ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്കതിന് ആ വീട്ടിൽ പോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു താല്പര്യം നമുക്കില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ പോയിട്ട് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ എവിടെയുള്ള ഭക്ഷണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് വയറിന് വലിയ സുഖം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മുടെ മനസ്സിന് ദഹിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദഹനത്തെ ശരിയാക്കിയെടുക്കുന്ന എൻസൈംസിന്റെ പ്രൊഡക്ഷൻ ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ നന്നായിട്ട് ഒരാളോട് ദേഷ്യപ്പെട്ട് രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ജോയിന്റുകളിൽ വേദന ഉണ്ടാവും, നമുക്ക് ശരീരത്തിന് അമിതമായിട്ടുള്ള ഭാരം തോന്നും. ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്താ സംഭവിക്കുന്നത്? മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശരീരത്തിൽ പ്രശ്നങ്ങൾ കാണും. അതാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ എപ്പോഴും ഈ മലബാറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും പ്രാധാന്യവും, നമ്മളിപ്പോ മലബാറിലെ മനുഷ്യരെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് എന്താണ്? ഭയങ്കര സിൻസിയർ ആണെന്ന് പറയും അല്ലെ? മലബാറിലെ മനുഷ്യരെ കുറിച്ചിട്ട് ഭയങ്കര ആത്മാർത്ഥതയാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഈ ഓവറായിട്ടുള്ള ഈ സിൻസിയാരിറ്റി, ഈ ആത്മാർത്ഥത കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമുക്ക് ഒരാൾ വഴക്ക് പറഞ്ഞാൽ മനസ്സിന് പ്രശ്നം വരും, ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അയാൾക്ക് അത് പ്രശ്നമായിരിക്കും. രോഗികളെ കുറിച്ചിട്ട് പറഞ്ഞാൽ അപ്പൊ പൈസ എടുത്തു കൊടുക്കും, പൈസ എടുത്തു കൊടുക്കാൻ അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നം, അയാൾക്ക് സാമ്പത്തികമായിട്ട് ക്ഷമത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്ക് അയ്യോ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമായിരിക്കും. ഇങ്ങനെ ഇവിടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒരു കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ മലബാർ. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എപ്പോഴും നമ്മൾ പറയും ഒരു വെൽ ബീയിങ്, ഇമോഷണലി മെന്റലി ഫിസിക്കലി വെൽ ബീയിങ് ആവണമെങ്കിൽ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം, മനസ്സിന്റെ നിലനിൽപ്പ്. നമ്മൾ പറയില്ലേ, നമ്മൾ സ്നേഹവും സന്തോഷവും എല്ലാം തന്നെ ഒരു പരിധി വരെ നമ്മൾ അതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഹെൽത്തിനെ, അത് പോസിറ്റീവായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പോലും അത് പലപ്പോഴും ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടാവും. അമിതമായിട്ട് ആഹ്ലാദം ഉണ്ടെങ്കിലോ അത് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കൂലേ? അതേപോലെ തന്നെയാണ് നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ, നമ്മൾ ദുരിതങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും അത് നമ്മുടെ ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, മലബാറിലാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും രോഗങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു മാനസിക നിലയെ നമ്മളെപ്പോഴും ശരിയാക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞുള്ള കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ രോഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആളുകളുടെ രോഗസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രക്തക്കുറവ് കൂടുതലായിട്ട് സ്ത്രീകളിൽ ഉണ്ടാവും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത്, സാധാരണ നമ്മൾ ഈ ആലോചിച്ച് കഴിഞ്ഞാൽ ചോര തീരാവും എന്ന് പറഞ്ഞിരുന്നു പണ്ടത്തെ ഈ പ്രായമായ ആളുകളൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ബ്ലഡിന്റെ അളവിനെ, അതിന്റെ ക്വാളിറ്റിയൊക്കെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മാനസിക സമ്മർദ്ദം. അപ്പൊ സ്ത്രീകൾക്ക് എന്താ, ഇന്ന് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഒന്ന് നിങ്ങൾ വെറുതെ പരിശോധിച്ചാൽ മതി, വെറുതെ വേറെ കാര്യങ്ങൾ ആലോചിക്കുക. അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അടുത്ത വീട്ടില് അവിടെ ആർഭാടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്കതില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ, അവരുടെ കുട്ടി, അവരുടെ മക്കളൊക്കെ നല്ല അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആ ഒരു അവസ്ഥയില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ, ഇങ്ങനെ ഉള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പലപ്പോഴും അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ന് ഹോർമോണൽ പ്രശ്നങ്ങൾ, ഈ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് ഈ അവരുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ പെട്ടെന്ന് മൂഡ് സിങ്സ് ഒക്കെ വരും അല്ലെ? ചെറിയ മക്കളെയൊക്കെ നിങ്ങൾ നോക്കിയേ, എന്താണ് അവസ്ഥ? അവർക്ക് ഉറക്കല്ല, അവർക്ക് പലപ്പോഴും നമ്മുടെ അടുത്തൊക്കെ വരുന്ന രോഗികളിൽ ചെറിയ മക്കൾക്കൊക്കെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ഈ കാലത്ത് തന്നെ. അതിൻ്റെയൊക്കെ പ്രശ്നം നമുക്ക് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അറിവിന്റെ കുറവ് കൊണ്ടല്ല സംഭവിക്കുന്നത്. നമ്മൾ എന്തിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു വിവേക ബുദ്ധിയില്ലായ്മയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ എത്തിക്കുന്നത്. അപ്പൊ അതിനെ കൂടെ നമ്മൾ ശരിയാക്കി എടുക്കണം. എപ്പോഴും നിങ്ങളുടെ സാമൂഹ്യ തലങ്ങളിലും ചുറ്റുപാടുകളിലും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആളുകളുടെ മാനസികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾക്കും മാനസികമായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള അവസ്ഥകൾ കൂടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. പലപ്പോഴും ആളുകൾക്ക് അറിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, നമ്മൾ ഇതിനൊക്കെ നിങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓരോ കാര്യത്തെയും നിങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിർദ്ദേശിക്കാനുള്ളത്. ഒന്നാമത്തേത് നിങ്ങളുടെ ഭക്ഷണ രീതി. ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഭക്ഷണങ്ങളെ നിയന്ത്രിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഭക്ഷണം നിയന്ത്രിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ സ്ത്രീകളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തടി കുറക്കാൻ വേണ്ടിയിട്ട് കുറേ ഡയറ്റ് എടുത്തു, പല രീതിയിലുള്ള ഡയറ്റ് എടുത്തു, യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും
വെയിറ്റ് ഗെയിൻ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ പരിഹാരം എന്താണ്? ഭക്ഷണത്തെ ശരിയാക്കുക, പണ്ടുള്ള ആളുകളെ പോലെ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇപ്പൊ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നല്ല ആസ്വദിച്ചിട്ട് സമയത്ത് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമയത്ത് സ്വസ്ഥമായിട്ടിരുന്ന് അളവിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമയം വൈകിയിട്ടും ആ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഭക്ഷണത്തിൽ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിനപ്പുറം, കാരണം നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്തുകൊണ്ടാണ് ആരോഗ്യം തിരിച്ചു വരാത്തത്? അവിടെയാണ് പ്രശ്നം. പണ്ടുള്ള ആളുകൾക്ക് ചിട്ടയായ ജീവിതം ഉണ്ടായിരുന്നു, സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നു, ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഒരു ക്രമം ഉണ്ടായിരുന്നു, അതിന് സമയം കണ്ടെത്തിയിരുന്നു. നമുക്കതില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം, മാനസികമായിട്ടുള്ള സ്വസ്ഥത എപ്പോഴും നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അതെങ്ങനെ കിട്ടുക? എപ്പോഴും നമുക്ക് ഈ ഭൂമിയിൽ കൃത്യമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസികമായിട്ടുള്ള സ്വസ്ഥത കിട്ടും, ഇല്ലേ? വേറെ പരിഹാരമൊന്നുമില്ല അതിന്. കാരണം മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടില്ല, നമുക്കുള്ളത് മറ്റാളുകൾക്ക് ഉണ്ടാവില്ല. മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ പരിഹാരമാകുന്നത്, നമ്മുടെ സ്പിരിച്വാലിറ്റി പരിഹാരമാകുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ എത്തണം. അതായത് മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കുള്ള ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള സംതൃപ്തിയാണ്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ശരിയായ ഉറക്കം. നമ്മളെപ്പോഴും വൈകിട്ട് ഉറങ്ങുന്നത് എന്ന് ശീലിച്ചോ അന്ന് മുതലായിരിക്കും രോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലേ കൗൺസിലറെ? അപ്പോൾ ഇതേപോലെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ 3 അടിസ്ഥാന പ്രശ്നങ്ങളെ നമ്മൾ ശരിയാക്കാത്ത കാലത്തോളം നമുക്ക് ഏറ്റവും നല്ലൊരു ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇനാർ ക്ലിനിക്കിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന രോഗികൾക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അക്യുപങ്ക്ചറിൽ ഏറ്റവും നല്ല ചികിത്സ ഉള്ള ഒരു കേന്ദ്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാം. നല്ല ഒരു സർവീസൊക്കെ ഇവിടുന്ന് ലഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്യുപങ്ക്ചറിൽ നീഡിലിംഗ്, കപ്പിംഗ്, മോക്സിബുഷൻ, അതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചികിത്സകളെ ഉൾക്കൊള്ളുന്ന ഇപ്പോൾ സാധാരണ എല്ലാവരും കപ്പിംഗ് എന്ന് പറയുന്ന തെറാപ്പിയെ കുറിച്ചിട്ടാണ് കേട്ടിട്ടുണ്ടാവുക. എന്നാൽ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് സൂചി ഉപയോഗിച്ചിട്ട് ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ അതിലൂടെ വേദനയാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ കൃത്യമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന നല്ലൊരു ചികിത്സാ മെത്തേഡാണ്. അതുകൊണ്ടാണ് ലോകത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ ചികിത്സ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതായി വരുന്നേ ഉള്ളൂ എങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുക, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന നല്ലൊരു ചികിത്സയാണ്. അപ്പോൾ നമുക്ക് മരുന്നില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് അക്യുപങ്ക്ചറിൽ സംഭവിക്കുന്നത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് എനർജിയുടെ കുറവ് അഥവാ ഊർജത്തിന്റെ കുറവ് സംഭവിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അക്യുപങ്ക്ചറിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. അവിടേക്കുള്ള ഊർജപ്രവാഹം, രക്തപ്രവാഹം ഒക്കെ കൂട്ടുന്ന സമയത്ത് ആ വേദനയും ബുദ്ധിമുട്ടുകളും കുറയുന്നു എന്നുള്ളതാണ് ബേസിക്കായിട്ട് അക്യുപങ്ക്ചറിന്റെ ഒരു കാഴ്ചപ്പാട്, തത്വം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ പറയുന്ന മെത്തേഡുകളെല്ലാം തന്നെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെട്ടെന്ന് വേദന വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ മസാജ് ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്ന? ഒന്നുമില്ല, അവിടെ രക്തപ്രവാഹം, ഊർജപ്രവാഹം ഇത് ശരിയാവുന്നു. ഇതേ രീതി നമ്മൾ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായിട്ടുള്ള മാർഗമാണ്. അപ്പോൾ ഈ ഒരു മാർഗം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ക്ലിനിക്ക് നിങ്ങളുടെ നാടിന് ഒരു വേദനകൾ കുറക്കാനും ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനും കഴിയുന്നൊരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ഇത്രയും സമയം ഞാൻ കവർന്നെടുത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അക്യുപങ്ക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് അക്യുപങ്ക്ചർ സിസ്റ്റത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.